സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് കാലം നമ്മൾ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഹാലലുയ സ്തോത്രമായിരിക്കാൻ ദൈവം സഹായിച്ചിട്ടുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജോർജ് നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസനെ നമ്മൾ കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും അന്യ സഹോദര സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സെക്കൻഡ് ഡേയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹ കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും തുടർന്നും കർത്താവിൽ നിന്ന് തന്റെ വചനങ്ങളെ കേൾപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലുള്ള ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് ഒരു വിടുതലായി തീരേണ്ടതിനായി വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അതിനായി ഒരുക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ താല്പര്യം എത്രയാണോ അത്രത്തോളം ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നാം കേട്ടു, കർത്താവിനെ നാം ലിമിറ്റ് ചെയ്യരുത്. നാം ലിമിറ്റ് ചെയ്താൽ കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ലിമിറ്റ് ചെയ്യാതെ കർത്താവെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ കൂടെയാണ്. എഫേസ്യ ലേഖനം നാം വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പമെന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവശക്തി പ്രാപിക്കേണ്ടതിന് ആധാരമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവാണ്. നമ്മൾ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം വ്യാപരിക്കണോ അത്രത്തോളം നാം വിശ്വാസത്തിൽ ഉറച്ചവരായിരിക്കണം. വിശ്വാസം ചുരുങ്ങിപ്പോയാൽ, അല്ലെ കർത്താവേ എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞാൽ അത്രയും കിട്ടത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായി ഇരുന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലെ? കർത്താവായ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് താൻ ഏറ്റുപറഞ്ഞാ തൊട്ടത്. നമുക്ക് കിട്ടേണ്ട നന്മകളെ നാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രീ നോളജ്, നമുക്ക് മുന്നറിവ് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും ഏറ്റു പറഞ്ഞുകൊണ്ട് നാം ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ലഭിക്കാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ പരിമിതികൾ കർത്താവിന് പ്രവർത്തിപ്പാൻ തടസ്സമായി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. എങ്കിലും കർത്താവ് നമ്മെ ശോധന ചെയ്ത് മടക്കിക്കൊണ്ടുവരുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനായി ആശിക്കുകയും ചെയ്യും. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച, എന്നോട് പറഞ്ഞ ദൈവവചനം ഇന്ന് പകൽക്കാലം ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ഇടയാകട്ടെ. ദൈവം എനിക്ക് നൽകി തന്ന ആദ്യത്തെ മെസ്സേജ്, സുവിശേഷകൻ എന്ന നിലയിൽ ദൈവവചന പഠനത്തിന് ശേഷം എനിക്ക് ആദ്യമായി നൽകി തന്ന ഒരു മെസ്സേജാണ് ഇന്ന് പകൽക്കാലം അല്പം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നേരത്തെ
പല നിലകളിൽ അത് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്നവർക്ക് അനുഗ്രഹമായിരിക്കാൻ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന ദിവസങ്ങളായി തീരുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കേണ്ടതിനായി ആ വാക്യം ഞാൻ ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. സ്തോത്രം. ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും അതിനായി ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് വിവിധ ഇടങ്ങളിൽ, വിവിധ നിലകളിൽ ശിഷ്യന്മാർക്കും തന്നെ അനുഗമിച്ച തന്റെ പ്രിയ ജനത്തിനും വിവിധ നിലകളിൽ പ്രത്യക്ഷമായി എന്ന് നാം വായിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്ന മഗ്ദലക്കാരി മറിയയോ തനിക്ക് ആദ്യമായി പ്രത്യക്ഷത അറിയിപ്പാനിടയായി തീർന്നു. അതിനുശേഷം എമ്മോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരോടുകൂടെ കർത്താവ് നടക്കുകയും അവരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പിന്നീട് അവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിനുശേഷം 8-ാം നാൾ ശിഷ്യന്മാർ ഒരു മുറിയിൽ പേടിച്ച് അടച്ചിരിക്കുന്ന സമയത്ത് അവരുടെ നടുവിൽ ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ ഉണർത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദിദിമോസ് എന്ന തോമസ് അവിടെ ഇല്ലായിരുന്നു. ശിഷ്യന്മാർ തങ്ങൾക്ക് കർത്താവിന്റെ പ്രത്യക്ഷത കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ കർത്താവിനെ നേരിട്ട് കാണുകയും അവന്റെ ആണിപ്പഴുതുള്ള കരത്തിൽ എന്റെ കരങ്ങളെ തൊടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് താൻ പ്രത്യേകം പറയുന്നു. അതിനുശേഷം വീണ്ടും 8-ാം നാൾ ആ തോമസ് കൂടെ കടന്ന് ഇരിക്കുമ്പോൾ, ഒന്നിച്ചിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി. തോമസിനോട് പ്രത്യേകം യേശു ക്രിസ്തു തന്റെ കൈകളും വിലാപ്പുറങ്ങളും കാണിച്ചിട്ട് പരിപൂർണമായി അവന്റെ സംശയം മാറ്റുവാൻ ഇടയായി തീർന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ശിഷ്യന്മാർക്ക് ഇവിടെ മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. 21-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നു: അതിനുശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ വീണ്ടും യേശു പ്രത്യക്ഷപ്പെട്ടത് ഒരു വല്ലാത്ത ചുറ്റുപാടുകളിലായിരിക്കുന്ന ശിഷ്യഗണത്തിന്റെ മുമ്പാകെയാണ്. അവർ വളരെ പ്രതിസന്ധികളുടെ നടുവിലിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ
അവരെ സഹായിപ്പാനും അവരുടെ പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുപ്പാനുമാണ് യേശുവിടെ പ്രത്യക്ഷത അറിയിച്ചത്. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ? അത് നാം പഠിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച, അത്ഭുതങ്ങൾ നടത്തിയ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെടുത്തിയ, രോഗികളെ സൗഖ്യമാക്കിയ യേശു ഇന്ന് അവരോട് കൂടെ ഇല്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ ഘടകം, ഒരിക്കലും തങ്ങളെ വിട്ട് പിരികയില്ല എന്ന് ഒരുപക്ഷെ ചിന്തിച്ച ആ ശിഷ്യഗണങ്ങൾക്ക് ഇന്ന് യേശു അവിടെ ഇല്ല. എല്ലാം വിട്ട് പിൻഗമിച്ച തങ്ങളുടെ നായകൻ അവർക്കില്ല. പലപ്പോഴും ചോദ്യചിഹ്നമായ അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും യേശു കൂടെ ഉണ്ട് എന്നുള്ള സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും അവർക്കില്ല. ഇന്ന് പലർക്കും തങ്ങളുടേതായ ജീവിതത്തിൽ തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്, കർത്താവേ നീ ഞങ്ങളെ കാണുന്നില്ലേ? നമ്മുടെ പ്രയാസവേളകളിൽ നമുക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്ക് രോഗങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവെ നിന്നെ അന്വേഷിച്ചിട്ട്, നിന്നെ പിൻപറ്റിയിട്ട്, കർത്താവെ എനിക്കിത് എന്ത് സംഭവിക്കുന്നു, നീ ഇത് കാണുന്നില്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളിൽ യേശു ഇല്ലയോ, നമ്മുടെ കൂടെ ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നാം ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, നമ്മെ കാണുന്ന ഒരു കർത്താവിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. നമ്മെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊണ്ടാൽ നന്നായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം, യേശുവിനെ ശിക്ഷിച്ച അല്ലെങ്കിൽ പീഡിപ്പിച്ചു കൊന്ന യഹൂദ ജനവും റോമ സാമ്രാജ്യത്തിന്റെ അധികാരികളും അവർക്ക് ചുറ്റുമുണ്ട്. ഭയം അവരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുക. അവർക്ക് നിലനിൽക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നെത്തുവാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ. യേശുവിനെ ക്രൂശിച്ചവർ തന്റെ ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ കൂടെ തട്ടിക്കളയുവാൻ അവർ ആലോചന കഴിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ. രണ്ടാമത്തെ സാഹചര്യം അതാണ്. ഒന്നാമത് നാം കണ്ടു, അവരെ നയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഗുരു അല്ലെങ്കിൽ മാസ്റ്റർ ഇപ്പോൾ അവളോട് കൂടെ ഇല്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ സാഹചര്യം, അവരെ യേശുവിനെ ക്രൂശിച്ച ജനങ്ങൾ അവരെയും നശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് രംഗത്തിറങ്ങുവാൻ, വെളിയിലിറങ്ങുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തെ ചുറ്റുപാടെന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികം തന്നെയാണ്. ഇന്നലെ വരെ അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു, കാര്യങ്ങളൊക്കെ മാസ്റ്റർ നടത്തി കൊടുക്കുമായിരുന്നു. വിശപ്പ് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. യേശുവിനോട് കൂടെ നടന്ന സമയങ്ങളൊക്കെയും യേശു കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എത്ര പുരുഷാരമായിരുന്നേലും പ്രശ്നമില്ലായിരുന്നു. 5000 ആയിരുന്നേലും 7000 ആയിരുന്നേലും കർത്താവ് ഒക്കെ പോഷിപ്പിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരമടയ്ക്കുവാനും പ്രശ്നമില്ലായിരുന്നു, കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അവരുടെ പ്രശ്നം യേശു കൂടെ ഇല്ല. നാളെ അവരുടെ ജീവിതം എന്തായിത്തീരും? അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ആരും നോക്കും? രംഗത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ആ സാഹചര്യങ്ങൾ വെച്ച് അവർ പത്രോസ്, പ്രത്യേകിച്ച് പത്രോസ്, തന്നോട് കൂടെ തന്റെ ശിഷ്യന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് കരുതപ്പെടുന്ന പത്രോസ് തന്നെ ഒരു തീരുമാനത്തിലെത്തുവാൻ ഇടയായി തീർന്നു. ഞാന് പഴയ പണിക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നു. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. പല തീരുമാനങ്ങൾ നാം എടുത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർ. ചുറ്റുപാടുകൾ കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഞാൻ ജോലിയില്ലാത്തവനല്ലേ,
എനിക്ക് വരുമാനമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളും ഇതേപടി പല കാര്യങ്ങളും ചെയ്യുവാനിടയായിത്തീരും. എന്നെ കുറിച്ച് പലരും പലതും പറയും. ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എനിക്ക് ജോലി ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അത് കളഞ്ഞിട്ടാണ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എനിക്ക് അതുകൊണ്ട് നാണക്കേടുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. എല്ലാം ദൈവം കരുതിക്കോളും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്റെ കുടുംബത്തിന്റെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിന്റെ കാര്യം എന്തായി തീരും? കർത്താവ് ഇന്ന് എന്നോടുകൂടെ ഇല്ലല്ലോ, കർത്താവ് മാറിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത അവിടെ കടന്നു വരുന്നത് നിന്നെ ഉന്നതസ്ഥാനപ്പെടുത്തുവാൻ, നിന്റെ ഉള്ള അവസ്ഥയിൽ നിനക്കൊരു സഹായഹസ്തവുമായി അവൻ കടന്നു വരുമെന്ന് ഒരു സംശയം വേണ്ട. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എന്നും നിലനിൽക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കും. നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവ്, ലോകത്തിന്റെ ചുറ്റുപാടുകളെ, നമുക്കെതിരായി വരുന്ന പോരുകളെ അറിയുന്ന കർത്താവ്. തക്ക സമയത്ത് അവൻ തന്റെ പ്രത്യക്ഷത നമ്മെ അറിയിപ്പാൻ ഇടയായി തീരും. പത്രോസിന്റെ തീരുമാനം ശരിയായിരുന്നുവോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. മാനുഷികമായി പറഞ്ഞാൽ അന്ന് പിടിച്ചു നിൽക്കുവാൻ ഒരു പഴുതുമില്ല. സ്തോത്രം. കാരണം അന്ന് ക്രിസ്തീയ മാർഗത്തിലുള്ളവർ വളരെ കുറവ്. കർത്താവ് വന്ന് സുവിശേഷം പറഞ്ഞു, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ പറഞ്ഞു. അനേക പിൻഗാമിയെ വിശ്വസിച്ച അനേകരായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ ലഭിച്ചവർ അനേകരായിരുന്നു. എങ്കിലും കർത്താവിന്റെ ക്രൂശ് മരണത്തെ കണ്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ഓടി ഒളിച്ചു. ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു എന്റെ കർത്താവിനെ അത് ചെയ്യരുതെന്ന് പറയാൻ. ഉണ്ടായിരുന്നോ? എത്രയോ പേർ കുഷ്ഠരോഗികൾ സൗഖ്യമായി, എത്രയോ ദീനക്കാർ വിടുവിക്കപ്പെട്ടു, കുഷ്ഠരോഗികൾ സൗഖ്യമായി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തർ നടന്നു. എത്രയോ പേർ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. എങ്കിലും കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഒരു മനുഷ്യൻ പോലും എന്തേ എന്ന് ചോദിക്കുവാനോ അവനു വേണ്ടി വാദിപ്പാനോ തയ്യാറാകാത്ത ഒരു കാലം. നമുക്കിപ്പം വളരെ ഈസിയാ സുവിശേഷ വേല ചെയ്യാൻ. കാരണം അനേക ദൈവമക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. ആരും സഹായിച്ചില്ലെങ്കിലും അവിടെ ഇവിടങ്ങളായി അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ശക്തിയായി നമുക്ക് വ്യാപരിപ്പാനിടയായി തീരും. അതുകൊണ്ട് സുവിശേഷ വേലയിൽ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഏത് നാട്ടിൽ ചെന്നാലും ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെങ്കിലും കാണുവാൻ ഇടയായി തീരും. എന്നാൽ അവരുടെ കാലത്ത് അതില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ കാലം. അവർ ഒന്ന് ബാക്ക് സ്ലൈഡ് ആയെങ്കിൽ ഒരു കുറവും കുറ്റവും പറവാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം. പത്രോസ് പറഞ്ഞു, ഞാൻ എന്റെ പഴയ പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ. നമ്മൾ എടുക്കുന്ന തീരുമാനം ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ. ദൈവത്തെ ഒരു കാലത്ത് അറിഞ്ഞിട്ട്, ഒരു കാലത്ത് പിൻപറ്റിയിട്ട്, ദൈവത്തിന്റെ വഴികൾ പിന്തുടർന്നിട്ട് നമ്മളൊന്ന് ബാക്കിലോട്ട് പോയാൽ, അത് മറ്റുള്ളവർ കേട്ടാൽ അനേക ജീവിതങ്ങൾക്ക് അത് പിന്മാറുവാനുള്ള വേദിയായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം. നമ്മൾ എടുക്കുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, അത് സ്തോത്രം ദൈവസന്നിധിയിൽ നാം എടുത്ത തീരുമാനത്തിന് പിന്നോട്ട് പോയാൽ അത് അനേകരുടെ ജീവിതം പരാജയത്തിലേക്ക് നയിപ്പാൻ ഇടയായി തീരുമെന്ന് ഈ വചനത്താല് നാം ഓർക്കുന്നത് നന്നായിരിക്കും. ഇവിടെ പത്രോസ് താൻ വലയെടുക്കുവാൻ പോയപ്പോൾ അവനോടുകൂടെ കുറഞ്ഞത് വേറെ 6 പേരും കൂടെ പോയെന്നാണ് അല്ലേ? ഒന്നാമത് പോയത് അവിടെ പേര് കണ്ട പത്രോസ്, രണ്ടാമത് ദിദിമോസ് എന്ന തോമസ്,
ഗലീലയിലെ കാനായിലെ നഥനയേൽ, സെബദി മക്കൾ, വേറെ 2 ശിഷ്യന്മാർ. മൊത്തം 7 പേർ അല്ലെ? 7 പേര് കൂടി അവർ പടവും വലയൊക്കെ ആയിട്ട് അവർ പോകുകയാണ്. ഞാൻ ഇത് ചില ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. കാരണം ദൈവം എന്നെ പഠിപ്പിച്ചതായിരുന്നു. ഈ ചോദ്യത്തിന്റെ പിന്നിൽ ഇവരെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ ആവശ്യവും. പത്രോസിനോട് യേശു ചോദിച്ച ചോദ്യം എന്തുവാ? ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു എന്നാ ചോദിച്ചത്. ഇംഗ്ലീഷിൽ അത് ഇവയിൽ അധികമായിട്ട് ഡു യു ലവ് മോർ ദാൻ ദീസ് എന്നാ ചോദിക്കുന്നത്. മലയാളത്തിൽ അത് ഇവരെന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടും ശരിയാണ്. മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലും ആ പടയിനെയും വലയെ കുറിച്ച് പറഞ്ഞാലും എല്ലാം ശരിയാണ്. യേശുവിന്റെ ചോദ്യം അതാണ്. നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇവരാരൊക്കെയാണെന്ന് അറിയണം. അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നോട് യേശു ചോദിക്കുകയാണ്, പ്രിയ സാമേ, നീ ഇവിടെ ഇരിക്കുന്ന ജെയിംസ് പാസ്റ്ററും മോനച്ചൻ പാസ്റ്ററും മറ്റുള്ള സഹോദരങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയണമെങ്കിൽ ഞാൻ എന്തറിഞ്ഞിരിക്കണം? മറ്റുള്ളവരെങ്ങനെയാ ദൈവത്തെ സ്നേഹിച്ചതെന്ന് ഞാൻ അറിയണം. അതാ ചോദ്യം. ഞാൻ ഇവരിൽ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുവോ എന്ന് എനിക്ക് മറുപടി പറയണമെങ്കിൽ കർത്താവിന്റെ ദാസന്മാർ കർത്താവിനെ എങ്ങനെയാ സ്നേഹിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ പറയുന്നത്? കർത്താവിന്റെ ദാസൻ എങ്ങനെ സ്നേഹിച്ചു യേശുവിനെ, എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിന്റെ മറുപടി പറയുന്നു? How can I reply? സ്തോത്രം. അതാ ഞാൻ പറഞ്ഞു, പേരുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. എല്ലാരും ചിന്തിക്കാത്ത ഭാഗം. ദിദിമോസ് എന്ന തോമസ് അവിടെ ഉണ്ട്. പത്രോസിനെ ദിദിമോസ് എന്ന തോമസിനേക്കാൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുവോ? കാരണം എന്തുവാ? ഒരു കാലത്ത് കർത്താവായ യേശുവിനോടുകൂടെ നാമും അവനോടുകൂടെ മരിപ്പാൻ പോക എന്ന് തയ്യാറായിട്ട് പറഞ്ഞ ഒരു വ്യക്തി അതാ. യേശുവിനോടുകൂടെ മരിപ്പാൻ പോക എന്ന് മറ്റുള്ളവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് യേശുവിനോടുകൂടെ ഇറങ്ങി തിരിച്ചവനാ ദിദിമോസ്. ആ ദിദിമോസിനെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നാം യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു? ദിദിമോസേ, നിന്റെ ജീവിതത്തിൽ എങ്ങനെയാ യേശുവിനെ വെളിപ്പെടുത്തിയത്? നീ പലപ്പോഴും സംശയിച്ചിരുന്നപ്പോൾ, നീ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിൽ ഞാൻ കടന്നു വന്ന് നിന്റെ സംശയം നിവാരണം ചെയ്തില്ലേ? നീ പലപ്പോഴും സംശയിച്ച് എന്റെ പ്രത്യക്ഷത ഇവരെ അറിയിച്ചപ്പോൾ നീ പറഞ്ഞു, ഞാൻ യേശുവിനെ നേരിട്ട് കാണാതെയും അവന്റെ കൈത്തടങ്ങളിൽ കൈ തൊടാതെയും ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിൽ ഞാൻ കടന്നുവന്ന് നിന്നെ വിശ്വസിപ്പിച്ചില്ലേ? നീ ഇപ്പൊ എവിടെയാ? നീ പടകിൽ പോകുക. എത്രമാത്രം നന്മകൾ കർത്താവ് നമുക്ക് നൽകി തന്നു. പല സംശയ നിവാരണങ്ങളും ജീവിതത്തിൽ പല സംശയങ്ങളും കടന്നു വന്നപ്പോൾ അതെല്ലാം മാറ്റി ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മെ നിറച്ച് എത്ര ദിനരാത്രങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ദൈവം നേരിട്ട് സംസാരിച്ച എത്ര അനുഭവങ്ങൾ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മെ കൈക്കൊണ്ട് തള്ളിക്കളയാതെ ദൈവ സാന്നിധ്യത്താൽ നിറച്ച് നമ്മെ വഴിനടത്തിയ കർത്താവ്. ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും എവിടെയാണ്? ഇന്ന് പകൽക്കാലം ചിന്തിക്കുക, നാം എവിടെയാ?
പടകിലാണോ, നമ്മൾ ബൈക്കിലോട്ട് മാറിയിട്ടുണ്ടോ എന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം കടന്നു വന്ന് നമ്മളോട് ചോദിക്കുക, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി നഥനീയേൽ. ഇസ്രായേലിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചിറങ്ങി തിരിച്ചവന്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും കണ്ടെത്താമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാ. സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല എന്ന് കർത്താവ് അവനെ കുറിച്ച് സാക്ഷ്യവും പറഞ്ഞു. ഇന്നിപ്പോ എവിടെയാ? പഴയ പണിക്ക് പോയി. സ്തോത്രം. നീ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്. നന്മ അന്വേഷിച്ച്, ദൈവത്തിൽ നിന്ന് നന്മ അന്വേഷിച്ച് അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ അല്ലേ യേശു കണ്ടവൻ. നഥനീയേല്, നീ എപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ആരാണ്? സെബദി മക്കളാണ്. സ്തോത്രം. യാക്കോബും യോഹന്നാനും അല്ലേ? അവരുടെ ആഗ്രഹം എന്തായിരുന്നു? എവിടെയാ? നീ മഹത്വം പ്രാപിക്കുമ്പോൾ. സ്തോത്രം. അവരുടെ വിഷം ഭയങ്കരമായിരുന്നു. ഈ രാജ്യത്തിന്റെ കാര്യമൊന്നുമല്ല അവര് ചിന്തിച്ചത്. അവർ ഈ രാജ്യത്തിരിക്കുമ്പോൾ തന്നെ മനസ്സിലായി കർത്താവ് രാജ്യം സ്ഥാപിക്കും. അവന്റെ മഹത്വത്തിൽ ആകുമ്പോൾ എനിക്ക് എവിടെ ഇരിക്കണം? ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരുന്ന്, കർത്താവേ ഞങ്ങൾക്കും നിന്റെ മഹത്വത്തിൽ ഇരുന്നൊന്ന് ഭാരിക്കണം. അവന്റെ വിഷനും മോശമൊന്നും അല്ല. സ്തോത്രം. ഇതൊക്കെ അറിയാതെ ഞാൻ കയറി, കർത്താവേ എനിക്ക് ഇവരിൽ അധികമായി നിന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് കള്ളവാ അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടാണ് വന്നതെന്നറിയാവോ? സ്തോത്രം. അടുത്തത് മറ്റു ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നില്ല. പത്രോസിന്റെ ജീവിതത്തിലും മറ്റുള്ള കാര്യങ്ങൾ ഏത് ശിഷ്യന്മാരാണ് പറയുന്നില്ല, പേര് പറയുന്നില്ലല്ലോ. എന്നാൽ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ആരംഭം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരംഭമായി. മരിപ്പാൻ തയ്യാറായി വന്നവൻ. അതിനു മുമ്പായിട്ട് തന്റെ സഹോദരൻ അന്ത്രയോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിമോന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നു, ഞങ്ങൾ മശിഹ ന്യായപ്രമാണവും മോശയും പറഞ്ഞിരിക്കുന്ന അവനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരെയും കൂട്ടി യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിനെ ആദ്യമായി കാണുമ്പോൾ വാസ്തവത്തിൽ അവനെ കുറിച്ചുള്ള ഒരു പ്രവചനം യേശുവോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നിനക്ക് പത്രോസ് എന്ന് പേരാണ്. ഒറ്റ വാചകത്തിൽ ആ പ്രവചനം, അവനെ കുറിച്ചുള്ള പ്രവചനം യേശു പറഞ്ഞു. നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നിന്റെ അപ്പനെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം, ഇനി നീ എന്നെ ആകാൻ പോകുന്നുവെന്നും എനിക്കറിയാം. പകല് നമ്മൾ പ്രവചനത്തെ കുറിച്ച് കേട്ടല്ലോ. ആധികാരികതയുള്ള ഒരു വാചകം പത്രോസിന്റെ വിളിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും ദൈവത്തോട് കൂടെ നടന്നവൻ, തന്റെ ശിഷ്യഗണങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിച്ചവൻ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ചു എന്ന് അവകാശപ്പെട്ടവൻ, യേശുവിനോടുകൂടെ ഞാനും മരിക്കാം എന്ന് തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നവൻ, ഇന്ന് പല പ്രശ്നങ്ങളുടെയും നടുവിൽ അത് പുറകോട്ട് പോയപ്പോൾ യേശു കടന്നു വന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം ആദ്യം വായിച്ച വേദഭാഗം. കാലം നാം പലപ്പോഴും രക്ഷിക്കപ്പെട്ട നാളുകളിലെ തീരുമാനങ്ങൾ, രക്ഷിക്കപ്പെട്ട നാളിലെ ആദ്യ സ്നേഹം, രക്ഷിക്കപ്പെട്ട നാളിലെ ആത്മീയമായ ആ വാഞ്ച, പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ആ രീതികള്, ഇതൊക്കെ ഇപ്പോഴ്
എപ്രകാരമാണെന്നും നോക്കിക്കോ. അതല്ലെങ്കിൽ ഈ ഉപവാസത്തിൽ അതേ ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് നാം കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരുവാനിടയായാൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ പോരായ്മകളെ മാറ്റി നമ്മുടെ ഉള്ള അവസ്ഥകളെ അറിഞ്ഞുകൊണ്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നമ്മെ അത് റിസ്റ്റോർ ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. പല 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 ഭാഗങ്ങളിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് നാം ദൈവത്തോട് സമ്മതിക്കുന്നുവെങ്കിൽ, കർത്താവ് എനിക്ക് തീർത്ത് പറവാൻ കഴിയുമോ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നല്ല 3 പ്രാവശ്യം ചോദിച്ചു. ഞാനത് പറയാറുണ്ട്. ഒരു ചോദ്യം തന്നെ 2-3 ആവർത്തി ചോദിച്ചാൽ എന്തുണ്ടാവും? നോർമലി എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലേ? ഒരു കാര്യം 2ാമത് ചോദിച്ചാൽ അത് ആണോ അല്ലയോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 3ാമത് ഒന്നുകൂടെ ചോദിച്ചാൽ കുറെ കൂടെ കൺഫ്യൂസ്ഡ് ആവും. എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാകുവാനല്ല, മറിച്ച് നമ്മളുടെ മനസ്സിന്റെ ആ തീർപ്പൊന്ന് അതെ ഉറപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. ഇന്ന് പോൽക്കാലം കർത്താവിനോട് നാം എപ്രകാരം ഏറ്റുപറയും? ഇന്ന് പോൽക്കാലം കർത്താവേ, ഈ ചോദ്യം എന്നോടാണ് ചോദിക്കുന്നെങ്കിൽ ഞാൻ എന്ത് മറുപടി നൽകും? നിന്നെ ഞാൻ വാസ്തവമായി ഇവരിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? എന്റെ സഹോദരങ്ങൾക്ക് അധികമായി ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അതാ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിച്ചാൽ നിന്റെ കാര്യത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ കർത്താവ് സഹായകനാണ്, ആശ്വാസകനായി കൂടെയുള്ളവൻ. നമ്മൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കണം കർത്താവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അന്നും ഒന്നും കിട്ടിയില്ല. വലയും പടവും ഒക്കെ എടുത്ത് അവർ പിന്നോക്ക പോയെങ്കിലും, അവർ കടലിലേക്ക് പോയെങ്കിലും അവർക്ക് അവരുടെ ആദ്യ അവസ്ഥയിൽ കർത്താവ് കൊണ്ടെത്തിച്ചു. സ്വന്തം പ്രയത്നത്താൽ എന്തെങ്കിലുമായി തീരുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് എന്തു പറ്റി? ഒന്നും നടന്നില്ല. യേശു ഇതുവരെ ഉണ്ടായിരുന്നു. യേശു പോയപ്പോൾ ഇനി എന്തിനാ ഞാനിത് കഷ്ടപ്പെടുന്നത്, പഴയ പണിക്ക് പോയാ പോരെ എന്ന് ചോദിച്ചു പോയവർ ആ പഴയ അവസ്ഥയിലായി തീരുവാനിടയായി. അവരുടെ ഉള്ളം കണ്ട്, അവരുടെ മനസ്സ് കണ്ട കർത്താവ് ഇപ്പോഴിവിടെ കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ താൽക്കാലിക ആവശ്യം അവർക്ക് ഭക്ഷണമാണെങ്കിൽ ആ താൽക്കാലിക ആവശ്യത്തെ കർത്താവ് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ എന്തുവാ സംഗതി? എല്ലാം റെഡിയാ. കനൽ ചുട്ട അപ്പോ മീനും അവിടെ ഇരിക്കും, അല്ലേ? അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? ആദ്യമേ അവരുടെ ആവശ്യം തീർന്നു. അവർ വിശന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യം തീർക്കുവാൻ കർത്താവ് അവിടെ കടന്നു. അവർക്ക് അപ്പം കൊടുത്തു, കനൽ ചുട്ട മീനെ കൊടുത്തു. അവരുടെ ആവശ്യം അവർ തൃപ്തിയായപ്പോൾ അവരോട് ചോദിക്കുന്നു, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി കരുതുമോ? കർത്താവർക്ക് പറയുന്നു, വീണ്ടും നിങ്ങൾ ആഴത്തിലേക്ക് വലതുവശത്തേക്ക് വലയിറക്കുവാൻ പറഞ്ഞപ്പോൾ ആ പറച്ചിൽ കേട്ടപ്പോൾ ഒരാൾക്ക് മനസ്സിലായി, ഇത് കർത്താവ്. യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ അവന് മനസ്സിലായി ഇതാരാണ്? കർത്താവ്. പലർക്കും മനസ്സിലാകത്തില്ല. പലർക്കും 2ാമത് റിപ്പീറ്റ് ചെയ്താലും മനസ്സിലാകത്തില്ല, 3ാമത് റിപ്പീറ്റ് ചെയ്താലും മനസ്സിലാകത്തില്ല. ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ യഥാർത്ഥമായി യേശുവിന്റെ മാറോടുകൂടെ ഇരുന്ന് യേശുവിനെ കണ്ട് യേശുവിന്റെ ഹൃദയം അറിഞ്ഞ ഒരു യോഹന്നാനുണ്ട്. അവന് മനസ്സിലായത് കർത്താവ്. ആ കർത്താവാണെന്ന് മനസ്സിലായപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ഇത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ താൻ എന്തോ ചെയ്തു? താൻ നഗ്നനെന്ന് കണ്ട് അരയിൽ തുണി ചുറ്റി കടലിലേക്ക് ചാടി.
Praise the Lord. Praise the Lord. അനേകം മീൻകൂട്ടത്തെ, പെരുത്ത മീൻകൂട്ടത്തെ 153 വലിയ മീനെ കിട്ടിയെന്നാണ് അവിടെ പറയുന്നത്. Praise the Lord. ആ വലിയ മീൻകൂട്ടത്തെ കിട്ടിയപ്പോൾ വീണ്ടും അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പത്രോസേ, ഞാൻ ഇതൊക്കെ നിനക്ക് തന്നു എങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിപ്പാനുണ്ട്. നീ നന്മകൾ കണ്ടിട്ട് നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. നിന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രാർത്ഥന കേട്ട് നീ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് ചോദിക്കും, നീ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജോലി കിട്ടി. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഭവനം കിട്ടി. ഒരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഹനം കിട്ടി. ഇതൊക്കെ തന്നിട്ട് യേശു ചോദിക്കും, മകനെ, മകളെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ദൈവം ശാശ്വതമാക്കി തരണമെങ്കിൽ അതിനൊരു മറുപടി കണ്ടേ മതിയാകും. നമുക്ക് ലഭിക്കുന്ന നന്മകൾ ശാശ്വതമായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ അതിലുപരിയായി നാം സ്നേഹിച്ചേ മതിയാകുക. ആ സ്നേഹമാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. നാം പലപ്പോഴും പ്രാർത്ഥിച്ച് തളർന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത വഴികളെ കണ്ടിട്ട് നാം അനുഗ്രഹത്തിന്റെ പിറകെ പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, മകനെ, മകളെ, നീ ഇവയിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കാൻ ഇടയായി തീരും, അല്ലെങ്കിൽ അതൊക്കെ നഷ്ടമായി തീരും. കാരണം എന്താണെന്നറിയാമോ? നിന്നെ ഈ അനുഗ്രഹത്തിൽ ഒതുക്കി വെക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ചില അപ്പോയിന്റ്മെന്റ്സ്, ചില ഓർഡിനേഷൻസ് നിനക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിനക്ക് ചില ദൗത്യങ്ങള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ കിടന്ന് ഈ വലയും കൊണ്ട് നീ മീൻ പിടിച്ച് നിന്റെ ജീവിതം പാഴാക്കുവാനല്ല, മറിച്ച് നിന്നെ കുറിച്ച് സ്വർഗരാജ്യത്തിന് ഒരു പ്രത്യേക ദൗത്യമുണ്ട്. അതിനുവേണ്ടി നിയോഗിക്കുവാൻ നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ഇവരിലധികമായി എന്നെ സ്നേഹിപ്പാൻ കഴിയും. രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒന്ന് ചിന്തിപ്പാനിടയെ, ശോധന ചെയ്യുവാനിടയാകട്ടെ. കർത്താവേ, അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എന്റെ മറുപടി എന്തായിരുന്നു? പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് നീ എനിക്ക് മറുപടി നൽകി തന്നിട്ടുണ്ട്. പലപ്പോഴും വിഷമ സാഹചര്യങ്ങളായിരുന്നപ്പോൾ കർത്താവ് എന്നോട് ദർശനത്തിൽ കൂടെ കടന്നു വന്ന് അവിടുത്തെ പ്രത്യക്ഷത അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ സാമീപ്യം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. അവിടുത്തെ അതേ മറുപടികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതിന് നീക്കുപോക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പല വിഷയങ്ങളുടെ പുറത്തും കർത്താവ് ചോദിച്ചതിനധികമായി നീ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി നിന്നെ എനിക്ക് സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്യുക. നിന്റെ ദൗത്യം എന്നിൽ ഫലമേൽപ്പാൻ തടസ്സമായി അടിയൻ അങ്ങനെ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്നിൽ നിന്ന് മാറ്റണമേ എന്ന് ഇന്ന് പോൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയാണ്. ഒരു പൂർണ്ണ സമർപ്പണം. കർത്താവേ, നീ സകലതും അറിയുന്നു. ഞാൻ പറയുന്നതല്ല, നീ എന്റെ ഉള്ളത്തെ അറിയുന്ന ദൈവമാണ്. സകലതും അങ്ങേക്ക് മുമ്പ് നഗ്നവും മലർന്നവുമായി കിടക്കുമ്പോൾ എനിക്ക് കർത്താവേ നിന്നോട് വാദപ്രതിവാദം ചെയ്യുവാൻ കഴിയില്ല. ഒരുപക്ഷെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും പൂർണ്ണമായി എനിക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിനക്ക് എന്നെ അറിയാമല്ലോ. പലപ്പോഴും ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്നെ ചെയ്യുമെന്ന്. എന്നാൽ സാഹചര്യം വരുമ്പോൾ പലപ്പോഴും ഞാൻ മാറിയിട്ടുണ്ട്. എതിര് വരുമ്പോൾ ഞാൻ പലപ്പോഴും മാറിയിട്ടുണ്ട്. എന്നാൽ റിസ്റ്റോർ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. അതാണ് പത്രോസ് അവിടെ പറഞ്ഞത്. ഒരു കാലത്ത് നിന്നെ തള്ളിപ്പറയത്തില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞ പത്രോസ്, കോഴി കൂവും മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ വാക്കുകൾ പത്രോസ് ഒരിക്കലും ഓർത്തിരിക്കണം. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഈ കാര്യം തന്റെ മനസ്സിൽ വന്നു കാണും. അങ്ങനെയാണെങ്കിൽ അത് പത്രോസിനറിയാം, ഞാൻ എത്ര പറഞ്ഞാലും അത് ശരിയാകത്തില്ല. എന്റെ തീരുമാനങ്ങൾ ശരിയാണ്, എന്റെ തീരുമാനങ്ങൾ അതാണ്, കർത്താവെ തള്ളി പറയത്തില്ലെന്നാണ്. പക്ഷെ സാഹചര്യം എന്നെ കൊണ്ടത് പറയിപ്പിക്കുമെങ്കിൽ അത് നിനക്കാണ്.
Praise the Lord. നിനക്കറിയാം, സകലതും നിനക്കറിയാം. കർത്താവേ, എന്റെ ഉള്ള അവസ്ഥ നിനക്കറിയാം. എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് നിന്നെ സ്നേഹിക്കണമെന്ന് താല്പര്യമുണ്ട്. അവിടുത്തെ കൃപ അടിയന്റെ മേൽ പകർന്ന് അടിയനെ നിലനിർത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയാകും. കാലവചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാണ്.